നമസ്കാരം, ഞാൻ രജനി ഇസ്മായിൽ. അൽ-ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ബഹ്റൈൻ ഹോളി ഖുർആൻ ഗ്രാൻഡ് പ്രൈസ് പ്രാഥമിക യോഗ്യതാ മത്സരങ്ങൾക്ക് 775 പേർ മുന്നേറി. സുപ്രീം കൗൺസിൽ ഫോർ ഇസ്ലാമിക് അഫയേഴ്സും നീതിന്യായ ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് എൻഡോമെന്റ്സും ചേർന്ന് പുരുഷന്മാർക്കായി അൽ ഫത്ത് ഇസ്ലാമിക് സെന്ററിലും സ്ത്രീകൾക്കായി കേരത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഹോളി ഖുർആനിലും സംഘടിപ്പിച്ച 30ാമത് ബഹ്റൈൻ ഹോളി ഖുർആൻ ഗ്രാൻഡ് പ്രൈസിനുള്ള പ്രാഥമിക യോഗ്യതാ റൗണ്ടുകൾ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ രക്ഷാകർതൃത്വത്തിൽ ആരംഭിച്ചു. ഈ പതിപ്പിൽ ആകെ 5033 പേർ പങ്കെടുത്തതിൽ നിന്ന് 333 പേർ പുരുഷന്മാരും 439 സ്ത്രീകളും ഉൾപ്പെടെ 775 മത്സരാർത്ഥികൾ പ്രാഥമിക യോഗ്യതാ മത്സരത്തിലേക്ക് കടന്നതായി മന്ത്രാലയത്തിലെ ഇസ്ലാമിക കാര്യ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ജഡ്ജി ഷെയ്ഖ് ഒമർ ബിൻ ദുവൈജ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ പറഞ്ഞു. ഫുഡ് ട്രക്കുകൾ മാറ്റി സ്ഥാപിക്കും, പെട്ടെന്നുള്ള ഒഴിപ്പിക്കലിൽ ആശങ്കയെന്ന് ഉടമകൾ. ബഹ്റൈനിലെ നാഷണൽ ചാർട്ടർ ഹൈവേയിലും മറ്റ് പ്രധാന റോഡുകളിലും പ്രവർത്തിക്കുന്ന ഫുഡ് ട്രക്കുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനായി പുതിയിടങ്ങൾ കണ്ടെത്താൻ ബഹ്റൈൻ സർക്കാർ നീക്കം തുടങ്ങി. ഫുഡ് ട്രക്ക് ഉടമകളെ ഉപജീവനത്തെ ബാധിക്കുന്ന രീതിയിൽ സൗകര്യപ്രദമായ സ്ഥലങ്ങൾ കണ്ടെത്തണമെന്ന പാർലമെന്റിന്റെ അടിയന്തര നിർദ്ദേശം സർക്കാർ അംഗീകരിച്ചു. മുൻകൂട്ടി നോട്ടീസ് നൽകാതെ സദൻ മുനിസിപ്പാലിറ്റി ഫുഡ് ട്രക്കുകൾ നീക്കം ചെയ്യാൻ തീരുമാനിച്ചത് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്നും MP-മാർ ചൂണ്ടിക്കാട്ടി. ലോൺ എടുത്തും മറ്റും ബിസിനസ് തുടങ്ങി പ്രവാസികളും സ്വദേശികളും ഉൾപ്പെടെയുള്ള ഉടമകൾക്ക് ഈ നീക്കം വലിയ തിരിച്ചടിയാകും. ബഹ്റൈനിൽ ഏകദേശം 500-ലധികം ലൈസൻസ് ഉള്ള ഫുഡ് ട്രക്കുകളാണ് ഉള്ളത്. ഇത് ഉടനടി മാറ്റി സ്ഥാപിക്കുന്നത് പ്രത്യാഘാതങ്ങൾ വിളിച്ചു വരുത്തുമെന്നും ഫുഡ് ട്രക്ക് ഉടമകൾ ആശങ്ക പ്രകടിപ്പിച്ചു. കിങ് ഫഹദ് കോസ്വേയിൽ പുതിയ ടോൾ നിരക്കുകൾ പ്രഖ്യാപിച്ചു. കിങ് ഫഹദ് കോസ്വേയിൽ ഫെബ്രുവരി 18 മുതൽ പുതിയ ടോൾ ഫീസ് പ്രാബല്യത്തിൽ വരും. കിങ് ഫഹദ് കോസ്വേ അതോറിറ്റി പുതുക്കിയ ഫീസ് ഘടന പ്രഖ്യാപിച്ചു. വാഹനങ്ങൾക്കും മോട്ടോർ സൈക്കിളുകൾക്കും ഇനി മുതൽ 3 ദിനാർ നൽകണം. ഒമാനിൽ നടക്കുന്ന 2026 മിഡിൽ ഈസ്റ്റ് ബഹിരാകാശ സമ്മേളനത്തിൽ ബഹ്റൈൻ സ്പേസ് ഏജൻസി പങ്കെടുക്കുന്നു. ഒമാന്റെ ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം നോവ സ്പേസുമായി സഹകരിച്ച് സംഘടിപ്പിച്ചതും ഒമാൻ സുൽത്താനേറ്റിൽ ആതിഥേയത്വം വഹിച്ചതുമായ മിഡിൽ ഈസ്റ്റ് സ്പേസ് കോൺഫറൻസ് 2026-ൽ ഏജൻസിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ മുഹമ്മദ് ഇബ്രാഹിം അൽ അസീരിയുടെ നേതൃത്വത്തിലുള്ള ബഹ്റൈൻ സ്പേസ് ഏജൻസിയുടെ ഒരു പ്രതിനിധി സംഘം പങ്കെടുത്തു. പ്രതിനിധി സംഘത്തിൽ ജിയോ സ്പേഷ്യൽ അനലിറ്റിക്സ് മേധാവി റാഷിദ് ബുഷ്ബത്തെയും തന്ത്രപരമായ ആസൂത്രണത്തിന്റെയും പദ്ധതികളുടെയും മേധാവി റാഷ യാസർ അൽ അമ്മദും ഉൾപ്പെടുന്നു. ബഹ്റൈൻ തൃശൂർ കുടുംബം തങ്ങളുടെ ക്രിസ്മസ് പുതുവർഷാഘോഷവും വാർഷികവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സമന്വയം 2026 എന്ന പേരിൽ സംഘടിപ്പിച്ചു. ജനുവരി 30 വെള്ളിയാഴ്ച അദ്ലിയ ബാങ്ക് സായ് ഹോട്ടലിൽ വൈകിട്ട് 4 മണിക്ക് ഭദ്രദീപം കൊളുത്തി വൈസ് പ്രസിഡന്റ് ശ്രീ ജഗദീഷ് നന്ദിലത്ത് സ്വാഗതം അർപ്പിച്ച പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. കാണികളുടെ കണ്ണിന് കുളിരും മനസ്സിന് ആനന്ദവും നിറയ്ക്കുന്ന വിരുന്നായിരുന്നു BTK ഒരുക്കിയിരുന്നത്. ലേഡീസ് വിംഗ് ഒരുക്കിയ അറബിക് ഡാൻസ്, ഗർഭ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ് എല്ലാം ഒന്നിനൊന്ന് മികവുറ്റതായിരുന്നു. ബഹ്റൈനിൽ അറിയപ്പെടുന്ന സംഗീത അധ്യാപകൻ സന്തോഷ് മാഷിന്റെ നേതൃത്വത്തിലുള്ള പൂർണ്ണശ്രീ സംഗീത വിദ്യാലയത്തിലെ കുരുന്നു പ്രതിഭകളും മാഷും ചേർന്നൊരുക്കിയ സംഗീത വിരുന്ന് കാണികളുടെ പ്രശംസ ഏറ്റുവാങ്ങി. ബഹ്റൈനിലെ അറിയപ്പെടുന്ന മ്യൂസിക് ബാൻഡായ ബീറ്റ്സ് ഓഫ് അൽ ജസീറ ഒരുക്കിയ മ്യൂസിക്കൽ നൈറ്റ് വളരെ ശ്രദ്ധേയമായി. ബഹ്റൈൻ ന്യൂ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ ഗോപിനാഥ് മേനൻ, അറിയപ്പെടുന്ന സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രവർത്തകരായ ശ്രീ സയ്യിദ് ഹനീഫ്, ശ്രീ ഗഫൂർ കൈപ്പമംഗലം, സോപാനം വാദ്യകലാ സംഗമത്തിന്റെ കുലപതി ശ്രീ സന്തോഷ് കൈലാസ് ആശാൻ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികൾ ആയിരുന്നു. പുതിയ BTK പ്രസിഡന്റായി അനീഷ് പത്മനാഭൻ, വൈസ് പ്രസിഡന്റ് ജഗദീഷ് നന്ദിലത്ത്, സെക്രട്ടറി അനൂപ് ചുങ്കത്ത്, ജോയിന്റ് സെക്രട്ടറി ജിൻഡോ വർഗീസ്, ട്രഷറർ നീരജ് ഇളയിടത്ത് എന്നിവർ പുതിയ സ്ഥാനമേൽക്കുകയും വനിതാ വിഭാഗം പ്രസിഡന്റ് ഷോജി ജിജോ, സെക്രട്ടറി ജോയ്സി സണ്ണി, ട്രഷറർ പ്രസീത ജതീഷ്, എന്റർടൈൻമെന്റ് സെക്രട്ടറി പ്രജുല അജിത് എന്നിവർ യഥാസ്ഥിതി സ്ഥാനം തുടർന്നു പോരുകയും ചെയ്തു. പരിപാടികൾക്കൊടുവിൽ സമന്വയം 2026-ൽ പങ്കെടുത്തവർക്കും സഹകരിച്ചവർക്കും BTKയെ സ്നേഹിക്കുന്നവർക്കും വേണ്ടി എക്സിക്യൂട്ടീവ് അംഗം ഷാജഹാൻ കരുവന്നൂർ നന്ദിയും പ്രകാശിപ്പിച്ചു. BMC ന്യൂസ് ലൈവിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.
BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. വോയിസ് ഓഫ് ട്രിവാൻഡ്രം ദിൽസെ 3 ശ്രദ്ധേയമായി. വോയിസ് ഓഫ് ട്രിവാൻഡ്രം വനിതാ വിഭാഗം കേരള കാത്തലിക് അസോസിയേഷനുമായി സഹകരിച്ച് നടത്തിയ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷം ദിൽസെ 3 ശ്രദ്ധേയമായി. കുട്ടികളുടെ ചിത്രരചന മത്സരവും കുട്ടികൾക്കായി വിവിധങ്ങളായ കലാപരിപാടികളും സംഘടിപ്പിച്ചു. ലേഡീസ് വിംഗ് പ്രസിഡന്റ് ഷീബ ഹബീബ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മിനി സന്തോഷ് സ്വാഗതം ആശംസിച്ചു. വോയിസ് ഓഫ് ട്രിവാൻഡ്രം പ്രസിഡന്റ് സിബി കുര്യൻ, സെക്രട്ടറി വിനീഷ്, കേരളം കാത്തലിക് അസോസിയേഷൻ സെക്രട്ടറി വിനു ക്രിസ്റ്റി, ദിൽസെ കൺവീനർ സുനിസ് സെൽവരാജ് എന്നിവർ ആശംസകൾ നേർന്നു. ബഹ്റൈനിലെ അറിയപ്പെടുന്ന സാമൂഹിക പ്രവർത്തക കൂടിയായ ശ്രീമതി കാർത്തൂസ് സച്ചിൻ ദേവ്, ശ്രീ സുമൻ, ശ്രീ അശോക്, ശ്രീ ശൈലം എന്നിവർ അടങ്ങിയ ജഡ്ജിംഗ് പാനലാണ് വിജയികളെ തിരഞ്ഞെടുത്തത്. 100-ൽ പരം കുട്ടികൾ പങ്കെടുത്തു. നാടിനെയും പ്രവാസികളെയും തഴഞ്ഞ ആമ ബജറ്റ് IYCC ബഹ്റൈൻ. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് വെറും തമാശയാക്കി മാറ്റിയെന്ന് IYCC ബഹ്റൈൻ ദേശീയ കമ്മിറ്റി കുറ്റപ്പെടുത്തി. പട്ടിണി പാവങ്ങളുടെയും പ്രവാസികളുടെയും വയറ്റത്തടിക്കുന്ന ഈ ബജറ്റ് വെറും സീറോ ആണ്. നാടിന് ഗുണമുള്ള എയിംസോ റെയിൽവേ പദ്ധതികളോ ഒന്നുമില്ലാതെ പകരം കടലാമയെ നോക്കാനും കല്ലുവാരാനും ഓരോ പദ്ധതികൾ പ്രഖ്യാപിച്ചത് കേരളത്തെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. വിഴിഞ്ഞം പദ്ധതിയെ തിരിഞ്ഞു നോക്കാത്ത കേന്ദ്രം നാളികേരത്തിന്റെ പേരിൽ വെറും വാചക കസർത്ത് നടത്തുകയാണ് ചെയ്തത്. കേരളത്തിന്റെ വികസനം ആമയുടെ വേഗതയിൽ മതിയെന്ന കേന്ദ്രത്തിന്റെ ഈ ഇരട്ടത്താപ്പ് സഹിക്കാനാവില്ല. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുമെന്നും IYCC ബഹ്റൈൻ പ്രസിഡന്റ് റിച്ചി കളുത്തുരത്ത്, ജനറൽ സെക്രട്ടറി സലീം അബു ത്വാലിബ്, ട്രഷറർ ഷഫീഖ് സൈഫുദ്ദീൻ വ്യക്തമാക്കി. പ്രവാസികളുടെ ആരോഗ്യ സംരക്ഷണം ബഹ്റൈനിൽ ഫിറ്റ് ഫോറിന് തുടക്കം. പ്രവാസികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകി ഫിറ്റ് ഫോറിന് ബഹ്റൈനിൽ തുടക്കമായി. ഖമീസ് അൽ മജ് സ്കൂളിൽ നടന്ന ഫിറ്റ് ഫോർ കിക്ക് ഓഫിലെ ബഹ്റൈനിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100ഓളം പ്രവാസി മലയാളികൾ പങ്കെടുത്തു. ICF ഇന്റർനാഷണൽ ഡെപ്യൂട്ടി പ്രസിഡന്റ് KC സൈനുദ്ദീൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു. പരിശീലന സെഷന് ഡോക്ടർ മുഹമ്മദ് ഷരീഫ് നേതൃത്വം നൽകി. കൃത്യമായ വ്യായാമം ശീലമാക്കിയാൽ ആരോഗ്യമുള്ള മനസ്സും ശരീരവും ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവാസികളിൽ അധിക പേരും അനിയന്ത്രിതമായ ഭക്ഷണ രീതികളും താളം തെറ്റിയ ഉറക്കവുമാണ് പിന്തുടരുന്നത്. നാം ക്ഷണിച്ചു വരുത്തുന്ന പല രോഗങ്ങൾക്കും പ്രതിവിധിയാണ് നിരന്തരമായ വ്യായാമമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ആക്ടിവിറ്റിയും മറ്റും ഉൾപ്പെടുത്തിയ വ്യത്യസ്ത രീതിയാണ് ഫിറ്റ് ഫോർ പിന്തുടരുന്നത്. ബഹ്റൈനിലെ 40 കേന്ദ്രങ്ങളിലായി നിലവിൽ വന്ന ഫിറ്റ് ഫോർ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ വ്യായാമ കൂട്ടായ്മകൾ തുടർ ദിവസങ്ങളിലും സജീവമാകും. KK അബൂബക്കർ ലത്തീഫി, ഷമീർ പന്നൂർ, സിയാദ് വളപട്ടണം, ഷംസുദ്ദീൻ പൂക്കയിൽ, അബ്ദുസ്സമദ് കാക്കടവ്, നൌഷാദ് മുട്ടുന്തല, നൌഫൽ മയ്യേരി, ഫൈസൽ ചെറുവണ്ണൂർ എന്നിവർ കിക്ക് ഓഫിന് നേതൃത്വം നൽകി. BMC ന്യൂസ് ലൈവിൽ മറ്റൊരു ഇടവേള. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. മുഹറക്കിൽ മലയാളി സമാജം സൗജന്യ ഓർത്തോപെഡിക് പരിശോധന ക്യാമ്പ് ഫെബ്രുവരി 1 മുതൽ. മുഹറക്ക് മലയാളി സമാജവും കിംസ് ഹെൽത്ത് മെഡിക്കൽ സെന്ററും സംയുക്തമായി പൊതുജനങ്ങൾക്കായി സൗജന്യ ഓർത്തോപെഡിക് പരിശോധന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. മുഹറക്ക് കിംസ് ഹെൽത്ത് മെഡിക്കൽ സെന്ററിൽ വെച്ച് ഫെബ്രുവരി 1 മുതൽ 15 വരെയാണ് ക്യാമ്പ് നടക്കുക. എല്ല് സംബന്ധമായ അസുഖങ്ങൾ, സന്ധിവേദന, മറ്റ് വാദസംബന്ധമായ ബുദ്ധിമുട്ടുകൾ എന്നിവ നേരിടുന്നവർക്ക് വിദഗ്ധ ഡോക്ടറുടെ സേവനം ഈ ദിവസങ്ങളിൽ സൗജന്യമായി പ്രയോജനപ്പെടുത്താം. പ്രവാസികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ മുൻനിർത്തിയാണ് ഇത്തരമൊരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. ക്യാമ്പിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 35397102 എന്ന നമ്പറിൽ വിളിച്ച് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണെന്ന് മുഹറക്ക് മലയാളി സമാജം പ്രസിഡന്റ് അനസ് റഹീം, സെക്രട്ടറി സുനിൽ കുമാർ, ട്രഷറർ ശിവശങ്കർ എന്നിവർ അറിയിച്ചു. തണൽ സൗത്ത് സോണിന് പുതിയ ഭാരവാഹികൾ. ബഹ്റൈൻ തണൽ സൗത്ത് സോണിന് 2026-27 കാലയളവിലേക്കുള്ള പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. സെഗിയ BMC ഹാളിൽ വെച്ച് നടന്ന
പൊതുയോഗത്തിലാണ് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തത്. തണൽ സൗത്ത് സോൺ പ്രസിഡന്റ് ഷിബു പത്തനംതിട്ടയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ രക്ഷാധികാരി നിസാർ കൊല്ലം, സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി മുജീബ് റഹീം എന്നിവർ യോഗത്തിന് നേതൃത്വം നൽകുകയും പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് മണിക്കുട്ടൻ ജി, വൈസ് പ്രസിഡന്റ് ജേക്കബ് തേക്കുന്തോട് ആൻഡ് ഷാജി മുതല, സെക്രട്ടറി സുരേഷ് പുത്തൻവിളയിൽ, ജോയിന്റ് സെക്രട്ടറി സിബി കുര്യൻ തോമസ് ആൻഡ് മോബി കുര്യാക്കോസ്, ട്രഷറർ ഷമീം സലീം കൊല്ലം, ചീഫ് കോർഡിനേറ്ററായി ദീപക് തണൽ, നാട്ടിലെ യൂണിറ്റുമായി കോർഡിനേറ്റ് ചെയ്യാൻ സിബിൻ സലീം ആൻഡ് സുഭാഷ് തോമസ് അങ്ങടിക്കൽ, കളക്ഷൻ കോർഡിനേറ്ററായി നവാസ് കുണ്ട്ര, മീഡിയ കോർഡിനേറ്റർ അനസ് റഹീം എന്നിവരെ തിരഞ്ഞെടുത്തു. ഇതിൽ ചേർന്ന് പ്രവർത്തിക്കാൻ താൽപര്യമുള്ളവർ മണിക്കുട്ടൻ 38899576, സുരേഷ് പുത്തൻവിളയിൽ 36377837, ഷമീർ സലീം കൊല്ലം 66367260 എന്നിവരെ ബന്ധപ്പെടേണ്ടതാണ്. UAE-യിൽ ടെലികോം ഉപകരണങ്ങളുടെ ഇറക്കുമതിക്ക് പുതിയ നിയമം പെർമിറ്റ് നിർബന്ധമാക്കി. UAE-യിലേക്ക് ടെലികോം ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യാൻ ഇനി മുതൽ പെർമിറ്റ് അനിവാര്യം. ടെലികമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഡിജിറ്റൽ ഗവൺമെന്റ് റെഗുലേറ്ററി അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. കസ്റ്റംസ് ക്ലിയറൻസ് പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇറക്കുമതി സാധിക്കൂ. ഉപകരണങ്ങൾ നിയമപരമായാണ് രാജ്യത്തേക്ക് എത്തുന്നതെന്ന് അതോറിറ്റി ഉറപ്പുവരുത്തും. സുരക്ഷ ഉറപ്പാക്കാൻ ഈ കർശന നടപടി അനിവാര്യമാണെന്ന് അതോറിറ്റി വ്യക്തമാക്കി. ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ കൂപ്പുകുത്തി ഇന്ത്യൻ ഓഹരി വിപണി. വിപണി മൂല്യത്തിൽ 6 ലക്ഷം കോടിയുടെ കുറവ്. കേന്ദ്ര ബജറ്റ് അവതരണത്തിന് പിന്നാലെ ഇന്ത്യൻ ഓഹരി വിപണികളിൽ വൻ നഷ്ടം. സെൻസെക്സ് 1000 പോയിന്റും നിഫ്റ്റി 300 പോയിന്റും ഇടിഞ്ഞു. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡിംഗിലുള്ള സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് വർദ്ധിപ്പിക്കാനുള്ള ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ പ്രഖ്യാപനമാണ് വിപണിയെ പിടിച്ചുലച്ചത്. ബജറ്റിൽ വിപണി പ്രതീക്ഷിച്ച പ്രഖ്യാപനങ്ങളിലല്ലാതെ പോയതും ഇടിവിന് കാരണമായി. കേന്ദ്ര ബജറ്റ് കേരളത്തോടുള്ള ക്രൂരമായ അവഗണനയുടെ തെളിവുരേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തോടുള്ള ക്രൂരമായ അവഗണനയുടെ തെളിവുരേഖയാണ് കേന്ദ്ര ബജറ്റെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 7 അതിവേഗ റെയിൽ ഇടനാഴികൾ പ്രഖ്യാപിച്ചിട്ട് അതിൽ കേരളമില്ല. കേരളത്തിന്റെ പ്രധാന ആവശ്യമാണ് തിരസ്കരിക്കപ്പെട്ടത്. കാലങ്ങളായി ആവശ്യപ്പെട്ട എയിംസ് ഇല്ല. കേരളത്തിനായി പ്രത്യേക പാക്കേജ് ഇല്ല. വിഴിഞ്ഞം വികസനത്തിന് പ്രത്യേക സഹായവുമില്ല. കേന്ദ്ര ഡിവിസിബിൾ പൂളിൽ നിന്നുള്ള വിഹിതം ഉയർത്തിയിട്ടുമില്ല. മുമ്പത്തെ പോലെ 41% തുടരുന്നു. ഇത് ഉയർത്തണമെന്ന ആവശ്യം നിരാകരിച്ചു. ഇങ്ങനെ എല്ലാ മേഖലയിലും കേരളത്തെ പാടെ അവഗണിച്ചിരിക്കുകയാണ്. കേരളത്തെ ഉപേക്ഷിച്ച രാഷ്ട്രീയ ബജറ്റാണിതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ഈ വാർത്തയോടുകൂടി BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. ശുഭരാത്രി.